നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 +2 ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങുന്ന ദിവസം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ ഒക്കെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആയിരിക്കും. ഡിസംബർ 9 മുതലാണ് കേരളത്തിൽ +1 +2 പരീക്ഷകൾ തുടങ്ങുന്നത്. ഡിസംബർ 9 ടൈം ടേബിൾ, ഓരോ പരീക്ഷകളുടെ ടൈം ടേബിൾ കൃത്യമായിട്ടും വന്നിട്ടില്ല. 9 തുടങ്ങി 19 തീരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും 9 തുടങ്ങുന്നുണ്ട് പരീക്ഷ. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് +1 ഒരുപാട് പോർഷൻസ് ഡിസംബറിൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാം. ഇനിയിപ്പം +2 ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലതുപോലെ, പ്രത്യേകിച്ച് കെമിസ്ട്രിയൊക്കെ ഓർഗാനിക്കിന്റെ ലാസ്റ്റ് അമീൻസും ബയോമോളിക്യൂൾസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും ആഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് വേവ് ഒപ്റ്റിക്സ് വരെ പഠിക്കണം. ബാക്കി 4 ചാപ്റ്റർ ഒഴിവാക്കി മെയിൻ ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളും തന്നെ പഠിക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഡിസംബറിലെ പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള കുട്ടികളുടെ ധാരണ തെറ്റാണ്. പ്രത്യേകിച്ചും സർക്കുലർ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ടൈമിലെ മുതൽ, അതായത് ഓണപ്പരീക്ഷ ഫസ്റ്റ് ടൈം ആദ്യം തുടങ്ങിയത് മുതൽ ഓണപ്പരീക്ഷ വരെ ഉള്ളതിനകത്തുനിന്ന് 20% ചോദ്യങ്ങൾ ചോദിക്കാം. അന്നേരം അതിനകത്തുനിന്ന് 20% ചോദ്യങ്ങൾ ചോദിക്കാം. ബാക്കിയുള്ള 80% ചോദ്യങ്ങളാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓണം മുതൽ ക്രിസ്മസ് വരെ ഉള്ളതിൽ നിന്ന് ചോദിക്കുന്നത്. അന്നേരം അതുകൂടെ നിങ്ങൾ നോക്കണമെന്നർത്ഥം. അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ മാർക്ക് കുറയുമ്പോൾ പറയുന്നത് അടുത്ത പരീക്ഷയ്ക്ക് കാണിക്കുക എന്നുള്ളതാണ്. മാർക്ക് കുറയുമ്പോൾ നമ്മൾ പറയുന്ന റീസൺ. പക്ഷേ അടുത്ത പരീക്ഷ എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാമിന് എല്ലാ ചാപ്റ്ററും ഉണ്ട്. എന്നിട്ട് നമുക്ക് മാർക്ക് നല്ലപോലെ പഠിച്ചാൽ മാത്രമേ കിട്ടൂ. കാരണം അന്നേരം പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും. അന്നേരം നമുക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അന്നേരം ക്രിസ്മസ് പരീക്ഷ അത്യാവശ്യം നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ. എന്നിട്ട് നല്ല ലെവൽ പഠിക്കുക. നമ്മുടെ പ്രാക്ടിക്കൽ വീഡിയോസും തിയറി വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഡിസംബർ 9 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. നെവർ എവർ ഗിവ് അപ്പ്.